ഇച്ചിരി ശക്തിയുള്ള തോട്ടി. രണ്ടും പോയോ? ഓക്കെ. പുറത്ത് ഇത് മാത്രമേ ഇപ്പൊ കഴിക്കാൻ പറ്റുള്ളൂ. നല്ലൊരു ആനിശക്തിയുള്ളൂ. ഇത് പച്ചയാ. ഇത് പഴുപ്പിക്കാനൊക്കെ പറ്റും. നമുക്കിതൊക്കെ ഒന്ന് വെച്ച് പഴുപ്പിച്ച് കഴിച്ച് നോക്കാം. വാ, നമുക്ക് ഇതിന്റെ കുരുവേ ഒന്ന് മുളപ്പിക്കാൻ പറ്റുമോ നമുക്ക് നോക്കാം. കമ്മ അയ്യോ, ഇത് നല്ല കരിമ്പച്ചയാണ്. ഇതൊരു ഇത്തിരി നാളം കൊണ്ട് എന്തായാലും പഴുക്കുള്ളൂ. ഇത് പഴുത്താണ്. നമുക്കിതിപ്പോൾ പൊട്ടിച്ച് നോക്കാത്ത വെള്ളം നെയ്യൊക്കെ ഉണ്ട്. സൂചിയാണ് സൂചി. ഇതും 2-3 ദിവസം കഴിഞ്ഞാലേ ആവുള്ളൂ. ഇതും നല്ലപോലെ പച്ച തന്നെ. അപ്പം അതിൻ്റെ അകം ഇച്ചിരി ചീഞ്ഞ കേട്ടോ. മറ്റേതൊക്കെയാണ് നല്ലത്. നമുക്ക് പഴുപ്പിക്കാം. നല്ല മധുരമുണ്ട്. ഒരു ആരും കഴിക്കില്ലേ, പിള്ളേർ ചിലപ്പോൾ ഇത് കഴിച്ച് കാണും. നല്ല മധുരവും പുളിയും ഒന്നിച്ചുള്ള നല്ല ടേസ്റ്റ് കേട്ടോ. അപ്പം നിങ്ങളിനി പുറത്തുനിന്ന് വെറുതെ ഫ്രൂട്ട്സ് വാങ്ങിച്ച് പൈസ കളഞ്ഞേക്കാരണം നല്ലത്. ഇവിടെ ചെറിയ ചെറിയ ഫ്രൂട്ട്സൊക്കെ ഇവിടെ അടുത്തൊക്കെ തന്നെ ഉണ്ടായിരിക്കുമല്ലോ. അതൊക്കെ നമ്മൾ പറിച്ച് കഴിക്കുന്നതാണ് ഇതിലും നല്ലത്. അതിലൊക്കെ ചെറിയ കാര്യങ്ങളൊക്കെ ഉണ്ടാക്കുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മളിപ്പോൾ ഈ ആനിലേക്ക് കഴിച്ചു. നമ്മളത് എത്ര എണ്ണം കഴിച്ചു. ഓർമ്മത്തിൻ്റെ അകത്ത് തന്നെ ഒരു കുരു ഇട്ടാൽ തന്നെ വലിയ മരം ഉണ്ടായി. നമുക്ക് അതിൻ്റെ അകത്ത് എന്തോരം ആനിക്കുകളും അതിൻ്റെ കുരുവും കിട്ടും. അപ്പോൾ നിങ്ങൾ മറ്റേ ഫ്രൂട്ട്സൊക്കെയും ജസ്റ്റ് ഒരു ഇത് കുഴിച്ചിട്ട് വെള്ളം ഒഴിച്ചാൽ മതി. ഒന്നൊന്നേക്ക് അല്ലാത്തൊരു കൂടെ ഒരുമിച്ച് അങ്ങ് വെള്ളം ഒഴിച്ചാൽ മതി. എല്ലാ ചെടികളും വളർന്നു വരും. അങ്ങനെ വളർന്നു വരുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടം പോലെ കഴിക്കും. നിങ്ങളുടെ പൈസ ഒന്നും കളയേണ്ട ആവശ്യമില്ല കേട്ടോ. ഓക്കെ.